ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പൗലോസ്ലീഹ ഇങ്ങനെ തിമോത്തിക്ക് കത്തെഴുതുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു 3 ഉപമയൊക്കെ എടുത്തിട്ട് ഒരു 3 എക്സാമ്പിൾ എടുത്തിട്ടാണ് പൗലോസ്ലീഹ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ആവണം എന്നുള്ളതിനെ പഠിപ്പിച്ചു തരിക. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ്. കാരണം നമുക്കറിയാം ഈശോ ഒത്തിരി കഥകൾ, ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമകളിലൂടെ ഈശോ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൗലോസ്ലീഹയുടെ എഴുത്തുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇച്ചിരി കട്ടിയാണ്, കുറച്ച് കടുകട്ടിയാണ്. പൗലോസ്ലീഹ ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് പറയുന്നത് വളരെ ചുരുക്കമാണ്. നിങ്ങളൊന്ന് ഇച്ചിരി സീരിയസ് ആയിട്ട് അത് വായിച്ച് നോക്കിയാൽ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഉപമയൊന്നും പറയുന്നില്ല, ഡയറക്റ്റായിട്ട് വേണേ മനസ്സിലാക്കിക്കോ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ടെങ്കിൽ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എഴുത്താണ്. പക്ഷേ പൗലോസ്ലീഹയുടെ വളരെ വെറൈറ്റി പിടിച്ച ഒത്തിരി ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എഴുത്താണ് ഈ തിമോത്തിക്ക് കത്തെഴുതുമ്പോൾ. നമുക്കറിയാലോ, പൗലോസ്ലീഹയ്ക്ക് വളരെ ഇഷ്ടമുള്ള ശിഷ്യന്മാർ, ഒരു മകനെ പോലെ സ്നേഹിച്ച ആൾക്കാരാണ് ഈ തീത്തോസും തിമോത്തിയൊക്കെ. വളരെ സ്പെഷ്യലായിട്ട് തിമോത്തിയുടെ ലേഖനം. നിങ്ങളാരിലും ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ, നിങ്ങളാരിലും ഇങ്ങനെ മിനിസ്ട്രി ഫീൽഡ് എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷയായിട്ട് ധ്യാന കേന്ദ്രമായിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവർത്തിച്ച് വായിക്കേണ്ട 2 ലേഖനങ്ങളാണ് തിമോത്തിക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ. അതിനകത്ത് ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം ഇതിനകത്തുനിന്ന്, അതായത് പൗലോസ്ലീഹ ഈ ഉപമ ഉപയോഗിച്ച്, ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഒരു വലിയ കാര്യം പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. അതായത് തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ, ഈ 2-ാമത്തെ അധ്യായം മുഴുവൻ അങ്ങ് വായിച്ചു, നല്ലതായിരിക്കും. പ്രധാനമായിട്ടൊന്ന് വായിക്കേണ്ട ഒരു വചനഭാഗമാണ് 3, 4, 5, 6 വാക്യങ്ങൾ. അതിനകത്ത് 3 കാര്യങ്ങൾ പൗലോസ്ലീഹ പറയാണ്, ശ്രദ്ധിച്ചിരിക്കണേ. 3 ഉപമ എടുത്ത് പറയാണ്. 1 ഒരു പട്ടാളക്കാരൻ്റെത്, 2 ഒരു അത്ലറ്റ്, ഒരു കായിക താരത്തിൻ്റെത്, 3 ഒരു കർഷകൻ്റെത്. എന്ന് വെച്ചാൽ ഇവരെ പോലെ ജീവിക്കണമെന്ന് പൗലോസ്ലീഹ പറയാം. ശ്രദ്ധിച്ച് വായിക്കണേ. 3-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില സ്ട്രഗിൾസ്, ചിലപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ ചില കാര്യങ്ങളൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, ഒത്തിരി കഷ്ടപ്പാടുകൾ, സഹനങ്ങളൊക്കെ ഉണ്ട്. പൗലോസ്ലീഹ പറയാണ്, യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ യു ഷുഡ് ബി ലൈക്ക് എ ഗുഡ് വാരിയർ. നല്ലൊരു പട്ടാളക്കാരനെ പോലെ നീ ജീവിക്കണം. ആ പട്ടാളക്കാരൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ അതിജീവിക്കുക അല്ലെങ്കിൽ കഷ്ടപ്പാട് സഹിക്കുക എന്നുള്ളതല്ല. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. അപ്പോൾ ഈശോയുടെ നല്ല പടയാളി എങ്ങനെയായിരിക്കണം? ഒരു ഗുഡ് വാരിയർ എങ്ങനെയായിരിക്കണം? നല്ല പട്ടാളക്കാരൻ എങ്ങനെയായിരിക്കണം? പൗലോസ്ലീഹ പറയാണ്, തന്നെ ഈ പണി ഏൽപ്പിച്ച ഒരാളുണ്ട്. ആര്? ഈ സേനാനായകനായിരിക്കാം. നമ്മുടെ ഒരു കാര്യം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈശോ എന്നെ ഏൽപ്പിച്ച കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ പഠിത്തമായിരിക്കും, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ശുശ്രൂഷ, ഇന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ ടെൻഷൻ അടുപ്പിച്ച കാര്യം ഈശോ ഏൽപ്പിച്ച ഒരു സ്ഥലമാണ്. കുടുംബമായിരിക്കാം, മിനിസ്ട്രി പ്ലേസ് ആയിരിക്കാം, ഈ ഹോസ്റ്റലിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ ഈ കലാലയത്തിൽ ഇല്ലെങ്കിൽ സ്കൂളിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിന്നെ ഇത് ഏൽപ്പിച്ച ആളുടെ കാര്യം നോക്കുക. വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ച്, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. കഷ്ടപ്പാടുകളുണ്ട്, പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യമില്ലാതെ ചില കാര്യങ്ങളിൽ പോയിട്ട് തലയിട്ടിട്ടാണോ എനിക്ക് കഷ്ടപ്പാടുകൾ വരുന്നത്? ഇന്നിപ്പോൾ ടെൻഷൻ അടിച്ചു പല കാര്യങ്ങളിൽ, ഈ ടെൻഷൻ ചുമ്മാ വന്നതാണോ, അതോ ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിട്ടിട്ടുണ്ടായതാണോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൗലോസ്ലീഹ പറയാണ്, ഈശോയുടെ നല്ല പടയാളിയെപ്പോലെ നീ ചെയ്യേണ്ടത് എന്താണ്? നിന്നെ ഇത് ഏൽപ്പിച്ച ആളുടെ കാര്യം നോക്കുക. ആരുടെ? ഈശോയുടെ കാര്യം നോക്കുക. ഈശോയാണ് ഈ ജോലി തന്നത്, ഈശോയാണ് ഈ ഒരു കാര്യം നിന്നെ ഏൽപ്പിച്ചത്. കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കുക. ബാക്കി തെറ്റിദ്ധാരണകൾ വരാം, സങ്കടങ്ങൾ വരാം, ടെൻഷൻ അടിപ്പിക്കുന്ന അനുഭവങ്ങൾ വരാം. ഈശോയുടെ മുമ്പിൽ വിശ്വസ്തനായിട്ടിരിക്കുക, നിനക്ക് അവാർഡ് കിട്ടുമെന്ന് പറയാം. 2-ാമത്തെ കാര്യം ശ്രദ്ധിച്ചേ, 5-ാം വാക്യം, നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കില്ല. ഓട്ട മത്സരമാണ്. നിങ്ങൾ ഈ റിലേ റേസുകളൊക്കെ കണ്ടിട്ടുണ്ട്. 4 പേര് ഓടുന്നു, അല്ലേ, ബാറ്റൺ കൈമാറുന്നു. 4-ാമത്തെ ആൾ ഓടി ഫസ്റ്റ് എത്തി, പക്ഷേ കയ്യിൽ ബാറ്റൺ ഇല്ല. 3-ാമത്തെ ആളുടെ കയ്യിൽ നിന്ന് ബാറ്റൺ മേടിച്ചില്ല. റൂൾസ് തെറ്റിച്ചോ കപ്പ് കിട്ടത്തില്ല. നിങ്ങൾ ആദ്യം ഓടി എത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിയമം അനുസരിച്ചില്ലെങ്കിൽ നോ ട്രോഫി. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, കഷ്ടപ്പാടുകളുണ്ട്, കഷ്ടപ്പാടുകൾ നീ സഹിക്കണം. ആൻഡ് തിങ്ക് അഗെയിൻ, ഇതൊന്നുകൂടെ ചിന്തിക്കണം, ഞാൻ ചില നിയമങ്ങൾ തെറ്റിച്ചതിൻ്റെ പേരിലാണോ, അതോ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിലാണോ എനിക്ക് ഈ ട്രോഫി, ഈ അനുഗ്രഹം കിട്ടാതെ പോയത്? ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ പറയുകയാണ്, ഈശോയെ ഞാനിത് ഒത്തിരി അധ്വാനിച്ചല്ലോ, ഞാൻ ഇതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഇതിനു വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചല്ലോ, പക്ഷേ എനിക്ക് തന്നെ ഇത് കിട്ടാഞ്ഞേ. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരാൾക്ക് കിട്ടില്ല. അതായത് നമ്മൾ ചില ഉടായ്പകളൊക്കെ കാണിച്ച്, ചില വളഞ്ഞ വഴികളൊക്കെ നോക്കി, എന്നിട്ടാണോ ഈ അനുഗ്രഹം കിട്ടാൻ, അല്ലെങ്കിൽ ഈ ആഗ്രഹം ഒന്ന് സബലീകരിച്ച് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചത്? അങ്ങനെയെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുവഴി കിട്ടിയ കഷ്ടപ്പാടുകൾ പൗലോസ്ലീഹ പറയാണ്, ഇത് നിനക്ക് ചേർന്നതായിരുന്നില്ല, ഇത് നിനക്ക് വേണ്ട കഷ്ടപ്പാടായിരുന്നില്ല, എന്തോ ഒരു നിയമം തെറ്റിച്ചതിൻ്റെ പേരിലാണ് ഈ കഷ്ടപ്പാട് വന്നതെങ്കിൽ ഇപ്പോൾ തൽക്കാലം സങ്കടപ്പെടേണ്ട എന്ന് പൗലോസ്ലീഹ പറയാണ്. ലാസ്റ്റത്തെ എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കുന്നത്. പട്ടാളക്കാരനെ പോലെ ഏൽപ്പിച്ചവനെ നോക്കുക. 2, നല്ലൊരു അത്ലറ്റിനെ പോലെ നിയമാനുസൃതം നീ ജീവിക്കുക. 3-ാമത്തെ കാര്യം, അധ്വാനിക്കുക.
അതായത് ചുമ്മാ ഇരുന്നിട്ട് കർത്താവ് എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൈ കെട്ടി നിൽക്കുന്നവനല്ല, കൈ എടുത്ത് പണിയെടുക്കുന്നവരും ആ കൈ നീട്ടുന്നവരുമാണ് കർത്താവ് അനുഗ്രഹം തരുന്നത്. അതുകൊണ്ട് നിയമാനുസൃതം അധ്വാനിക്കണം, നിയമാനുസൃതം കാര്യങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ വഴിയെ നടക്കുക. കർത്താവ് മുമ്പിൽ നടക്കുന്നുണ്ട്, ആ വഴിയെ നടക്കാൻ ശ്രമിച്ചാൽ അവാർഡ് കിട്ടും എന്നാണ് പൗലോസ്ലീഹ പറയുക. ഈ ഉപമയൊന്ന് നന്നായിട്ട് വായിക്കണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് തരുമെന്നാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അല്ലേ? നമുക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം പിടികിട്ടണമെന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് പൗലോസ്ലീഹയൊക്കെ പറഞ്ഞു തന്ന കാര്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളും ഞാനും മനസ്സിലാക്കിയെടുക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഈ ഉപമകൾ ചേർക്കുക. ഈശോയുടെ കാര്യത്തിൽ നോക്കുക, ഈശോ ഏൽപ്പിച്ച കാര്യങ്ങളോട് വിശ്വസ്തത പാലിക്കുക, നിയമാനുസൃതം ജീവിക്കുക, കഠിനമായി അധ്വാനിക്കുക. കർത്താവ് അനുഗ്രഹം തരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.